അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ ചില മൃഗങ്ങളെ കാണുമ്പോൾ ഭയമുള്ള ആളുകളുണ്ടാവും, ചിലന്തി, ചില പാറ്റപ്രാണി. അപ്പം അങ്ങനെയുള്ള ആ ഭയം മാറ്റാനായിട്ട് ഏത് തരത്തിലുള്ള ഭയമാണെങ്കിലും നമുക്കത് മാറ്റി കളയാനായിട്ട് സാധിക്കും. ഏത് തരത്തിലുള്ള ഒരു ഇൻസിഡൻസ് സംഭവിച്ചാണെങ്കിൽ പോലും അതുപോലും നമ്മൾക്ക് അവരുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഭയം, നമ്മൾ പലപ്പോഴും അനാവശ്യമായ ഭയവുമായി നടക്കുന്നവരാണ്. റേക്കി ചികിത്സ എങ്ങനെ ഈ ഭയത്തെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് പറയാനായി നമ്മോടൊപ്പം റേക്കി മാസ്റ്ററായ ശ്രീ ഷാജി രാമൻ സാറുണ്ട്. നമസ്കാരം സാർ. ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പേടി ഇല്ലാത്ത ആളുകളില്ല. അതെ, നമ്മുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഒരു ഭയം അല്ലെങ്കിൽ പേടി, ഇത് രണ്ട്, ഭയം പേടിയും രണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പേടിയെ നമ്മൾ മാറ്റാനായിട്ട് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ ആധുനിക ചികിത്സാ രീതിയിൽ നമ്മൾക്ക് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ആളുകളും. അതുപോലെ തന്നെ യോഗ, അതുപോലെ തന്നെ പലതരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാം. പക്ഷെ അതിനൊക്കെ ഏതാനും സമയം എടുക്കും. പക്ഷെ പലരും അതിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ നാൾ കഴിയുമ്പോൾ അത് ഒരു വിമുഖത ഉണ്ടാവുകയാണ്. അവരതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് സാധാരണ രീതിയിൽ. പക്ഷെ ഇവിടെ റേക്കി ഹീലിങ്ങിലൂടെ തന്നെ ഇത് സാധാ കോമണായിട്ട് റേക്കിയിലുള്ളതല്ല എങ്കിൽ പോലും നമ്മളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എനിക്ക് കിട്ടിയ ഒരു ഇൻഡ്യൂഷനാണ് അതെനിക്ക്. അത് നിലവിൽ ആർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഭയം ഉള്ളൊരു വ്യക്തി, ഇപ്പോൾ ഭയം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്, ഭയം അല്ലെങ്കിൽ പേടി പലതരത്തിലുണ്ട്. ഉയരം ഭയമായിരിക്കും, വെള്ളം ഭയമായിരിക്കും. അതെ, വെള്ളം കാണുമ്പോൾ ഭയം ഉണ്ടാവുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ബ്ലഡ് കാണുമ്പോൾ, ഒരു ആക്സിഡന്റ് കാണുമ്പോൾ ഭയം ജനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ഡ്രൈവിംഗ് ട്രോമയെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? അതായത് മാനസികമായിട്ട് കിട്ടുന്ന ഒരു ആഘാതങ്ങൾ. അതെന്ന് പറഞ്ഞാൽ അവർ ചില വിഷ്വൽസ് അവരിലേക്ക് വന്നിട്ട് അത് കുറേ നാൾ കണ്ട് അത് കൊണ്ട് നടക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ചില ആളുകൾ, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച പോലെ, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടാവും ചില ആളുകൾ, പക്ഷെ വണ്ടി ഓടിക്കാനായിട്ട് പേടി. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി, ലൈറ്റ് വേണം, ചിലപ്പോൾ കൂട്ടിനൊരാൾ വേണം, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ ഒരു ഓഫീസിൽ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. അപ്പോൾ ആ പങ്കെടുക്കാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻസ്, അതൊരു ഭയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു പ്രശ്നവും, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമല്ല, നമുക്ക് ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തം സംഭവിച്ചു അല്ലേ, ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ഒരു പക്ഷേ കാണാതെയാണ് പലരും മരണപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. മക്കൾ മരിച്ചതോ അച്ഛനോ അമ്മയ്ക്കോ സുഹൃത്തിനോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, കാരണം രാത്രിയായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ വിഷമതകൾ അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ്, ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു തൂങ്ങി മരിക്കുന്ന ഒരു സംഭവം കാണാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സംഗതി ഒരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിക്ക് ഉൾഭയം ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മൂകനായിട്ട് നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരം ഉള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ ഏതാനും സമയങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. അവരുടെ ചക്രകളൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഏതാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ടെക്നിക്കിലേക്ക് പോകുന്നത്. അങ്ങനെ അവരുടെ ആ പ്രശ്നത്തെ, അവരുടെ ആ കാഴ്ചകളെ അവരുടെ മൈൻഡിൽ നിന്ന് അല്ലെ ആ മനസ്സിൽ നിന്ന് മറച്ചു കളയാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് മുണ്ടക്കയിൽ നടക്കുന്ന ആ സംഭവത്തിൽ അവിടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടോ അല്ലാതെയോ അത് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കത് കൊടുക്കാം. കാരണം അവരുടെ ഭാവി സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ ആവശ്യപ്പെടുന്നത്, അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ ചില മൃഗങ്ങളെ കാണുമ്പോൾ ഭയമുള്ള ആളുകളുണ്ടാവും, ചിലന്തി, ചില പാറ്റപ്രാണി. അപ്പോൾ അങ്ങനെയുള്ള ആ ഭയം മാറ്റാനായിട്ട് ഏത് തരത്തിലുള്ള ഭയമാണെങ്കിലും നമുക്കത് മാറ്റി കളയാനായിട്ട് സാധിക്കും. ഏത് തരത്തിലുള്ള ഒരു ഇൻസിഡൻസ് സംഭവിച്ചാണെങ്കിൽ പോലും അതുപോലും നമ്മൾക്ക് അവരുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ പേടി, ഇതുപോലെയുള്ള ഒരു മുൻപ് കിടന്ന പേടി മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ സാർ? ഒരുപാട് അനുഭവമുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന അനുഭവങ്ങൾ, ഈ അടുത്തിടെയൊക്കെ തന്നെ ഉണ്ടായ സംഭവങ്ങൾ പറയാം. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അമേരിക്കയിലിരിക്കുന്നതാണ്, ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്, വീഡിയോ കോളിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഏതാണ്ട് 39ഓളം വയസ്സ്, 39 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വിളിച്ച് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ സ്കാൻ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 6ഓളം പ്രശ്നങ്ങളുണ്ട് അവർക്ക് മൈൻഡിൽ നിന്ന് എടുത്തു കളയാനായിട്ട്. പലതരത്തിലുള്ള ചില സംഗതികൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു സംഗതി പറയാം. അയാളുടെ ഭർത്താവുമായിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോൾ ഈ സ്ത്രീ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഒരു കത്തി എടുത്തിട്ട് കുത്താൻ ശ്രമിച്ചു. പക്ഷെ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല, നടന്നില്ല. അപ്പം രക്ഷപ്പെട്ടു. പക്ഷെ ആ ഒരു പ്രശ്നം ഇയാളെ കൂടുതലായിട്ട് അലട്ടുന്നുണ്ട്. കാരണം ഞാൻ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചല്ലോ. കാരണം അതുപോലെ അയാൾ പ്രവർത്തിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് ഈ ലേഡി ശ്രമിച്ചത്. അത് ഇവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഏതാനും ഞാൻ ഹീലിംഗ്, അപ്പോൾ 14 ദിവസത്തെ ഹീലിംഗ് ഞാൻ പറഞ്ഞിരുന്നു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഹീലിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ സംഭവം നമുക്ക് എടുത്ത് കളയണം എന്ന് പറഞ്ഞ് ഞാനതിനെ ആ കോഡ് കട്ട് ചെയ്യണം. ആ നെഗറ്റീവ് കോഡാണത്, അവരുടെ ചിന്തകളാണ്. അതിനെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് അത്ഭുതപ്പെട്ടിട്ട് എൻ്റെ കയ്യിൽ എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. കാരണം നമ്മൾ സ്ക്രീൻഷോട്ട് വീഡിയോസാണ് ഞാനായിട്ട് എൻ്റെ കയ്യിലുണ്ട്, തെളിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തർക്കിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഞാനങ്ങനെ അവരെ എടുത്ത് കളയുന്നു. അപ്പോൾ അവർ പറയുന്നത് ആ സംഭവം പോലും അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ആ ഉപയോഗിച്ച കത്തി പോലും, അവർ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തിയാണോ, ആ കത്തി പോലും അവരുടെ മൈൻഡിൽ കാണാതെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ അവർക്ക് ബാംഗ്ലൂർ വെച്ച് അവരുടെ ബന്ധുവീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാത്രി വൈകി വന്നതിന് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവർ പുറത്താക്കി. ആ ഒരു പ്രശ്നം അതും ഇവരുടെ ഒരു ഭയപ്പാടാണ്. അപ്പോൾ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ജോലിക്കൊക്കെ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും, അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ഇത്തരത്തിൽ ചെറുപ്പകാലങ്ങളിൽ നടന്ന പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലുണ്ടാവും. ഒരുപാട് സംഭവം 5 വയസ്സ് മുതൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടെത്തുകയാണ്. അത് ഞാൻ ഒരു ഹിപ്നോസിസിന്റെ ടെക്നിക്ക് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് അത് മൈൻഡിൽ നിന്ന് എടുക്കുകയാണ്. ഇതെല്ലാം ഡിസ്റ്റന്റ് ഹീലിങ്ങിലൂടെ ചെയ്യാം, നേരിട്ട് വരണമെന്നൊന്നുമില്ല. അങ്ങനെ ആ ബാംഗ്ലൂർ വെച്ച് നടന്ന പ്രശ്നം പോലും അവർക്ക് ഓർക്കാൻ പറ്റാത്ത വിധം മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞു. വൈബ്രേഷനെ കട്ട് ചെയ്യുവാണ്. അത് കളയാണ്. ആ എടുത്ത് നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഇപ്പോൾ മാഡത്തിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ, ആരോടെങ്കിലും ഒരു ദേഷ്യമോ വൈരാഗ്യമോ, ആരെങ്കിലും ചിലപ്പോൾ കൊല്ലണമെന്നോ തല്ലണമെന്നോ, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ പോലും നിങ്ങൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ആ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മറന്നാകും. ഇപ്പം ഇന്നലെയല്ല 2 ദിവസം മുമ്പ് ഉണ്ടായ ഒരു സംഭവം പറയാം. ഒരാൾ എൻ്റെ അടുത്ത് വരുന്നു, അയാളെ ഞാൻ സ്കാൻ ചെയ്യുന്നു. അപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞ സമയത്ത് പുള്ളിക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാൻ പറയുകയാണ്, അമ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോടോ ദേഷ്യം കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചക്രയെല്ലാം ഓക്കെയാണ്, പക്ഷെ ഒരു ചക്ര മാത്രം വർക്കല്ല. അപ്പോൾ അത് ദൈവവിശ്വാസക്കുറവാണ്. നമ്മുടെ ക്രൗൺ ചക്ര, അതായത് സഹസ്രാര ചക്ര എന്ന് പറയുന്ന ചക്ര വർക്കിംഗ് അല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് ഓപ്പൺ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇയാളുടെ ഈ ഒരു പ്രശ്നം, ആരോടാണ് ദേഷ്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മയോടാണ് ദേഷ്യം. ഞാൻ പറഞ്ഞു പ്രശ്നം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പറഞ്ഞു സ്ഥല സംബന്ധമായിട്ട് ഒരു വിഷയമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. ശരി, അമ്മമ്മയെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ആ സാഹചര്യം ഇവർ സൃഷ്ടിക്കണം ആ സമയത്ത്. കാരണം പെട്ടെന്ന് നമുക്കങ്ങ് ചെയ്യാൻ പറ്റില്ല. അവർ ആ സാഹചര്യത്തെ സൃഷ്ടിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരണം, ആ ചിന്തകൾ കൊണ്ടുവരണം. അപ്പോഴാണ് ഞാൻ അതിനെ എടുത്ത് കളയുന്നത്. അത് ചെയ്ത് അപ്പോൾ ഒരു ഹീലിംഗ് ചെറിയൊരു പ്രോസസ്സുണ്ട്. ആ ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത്. മാക്സിമം 15-20 മിനിറ്റ്. അത് കഴിഞ്ഞതും ഇയാൾ ചിന്തിക്കാനേ പറ്റുന്നില്ല. കുറേ സമയത്തേക്ക് ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പോഴും അയാൾ ചോദിക്കപ്പോൾ എനിക്ക് അമ്മമ്മയുടെ ഇതിപ്പോൾ ചിന്തകൾ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പം അതുപോലെ ഒരുപാട് പ്രശ്നം. ഇതിലും വലിയൊരു അനുഭവം പറയാം. ഒരു 6 മാസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു ടീച്ചറുടെ മകനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ മകൻ അവിടെ വന്ന സമയത്ത് അവർ പറയുന്നത് മകന് അല്പം കാഴ്ചക്കുറവുണ്ട്, പിന്നെ ഇവൻ ഉറങ്ങുന്നില്ല, ഉറക്കക്കുറവ് ഭയങ്കരമാണ്. ഇവന് ഉറങ്ങണമെങ്കിൽ ഇവൻ്റെ കൂടെ ഒരാൾ വേണം, പിന്നെ ലേറ്റ് വേണം. ഇതാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. 5 വർഷത്തോളമായി, ഏകദേശം 5 വർഷത്തോളമായി. ഇതാണ്. അപ്പോൾ കൂട്ടിന് ആൾ വേണം, ഉറങ്ങാൻ പറ്റുന്നില്ല, അതും ലേറ്റ് ഇടണം. അപ്പോൾ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്ക് ഓടിച്ച് ഇവർ 2 സുഹൃത്തുമായിട്ട് ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായി. കൂടെ ഇരുന്ന് പയ്യൻ മരിച്ചുപോയി.
ഇയാൾക്കും കുറച്ച് അപകടങ്ങളിൽ കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഈ പയ്യൻ മരിച്ച കാര്യം പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1 മാസത്തോളം ഇയാൾ ഡോക്ടർ ചികിത്സിച്ച് ഇയാൾ ഭേദപ്പെട്ട് വന്നു. അതിനുശേഷമാണ് ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മരിച്ചുപോയി, ആളില്ല എന്ന് പറയുന്നത്. ആ പറഞ്ഞ സമയം മുതൽ ഇയാൾക്ക് ഭയമായി. ആ ഭയമാണ് 5 വർഷമായിട്ട് കൊണ്ട് നടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തത്. എന്തായാലും എൻ്റെ അടുത്ത് വന്നു. ഇത് ഞാനെന്ന വ്യക്തിയല്ല അത് പറയേണ്ടത്, കാരണം അതെൻ്റെ അഹങ്കാരമായിട്ട് മാറും. എങ്കിൽ പോലും എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയണ്ടേ, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അവരാണിത് പറയേണ്ടത്. ആ ഒറ്റ പ്രാവശ്യം, കാരണം ആ 20 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുള്ളൂ. അയാൾ വൈകിട്ട് വിളിച്ച് ചോദിച്ച സമയത്ത് മകൻ തനിച്ചാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ ലേറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അയാൾ ഇപ്പോൾ ഇതുവരെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് 6 മാസത്തോളമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ കോയമ്പത്തൂർ എന്തോ എക്സാം എഴുതാനായിട്ട് പോകാനുണ്ട്. അവിടെ പോയപ്പോൾ വേറൊരു പ്രശ്നം കൂടെ പറ്റി. ഇയാളുടെ അവിടെ ഒരു സുഹൃത്ത്, പഠിച്ചിരുന്ന സുഹൃത്ത് ആയിട്ടുള്ള പനി വന്നിട്ട് മരിച്ചുപോയി. അപ്പോൾ നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ഒരു ഭയം. അപ്പോൾ എക്സാം ആണ്. അപ്പോൾ ടീച്ചർക്കൊരു പേടി, കാരണം ഇത് എക്സാമിനെ ബാധിച്ചാലോ, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ. അപ്പോൾ അച്ഛനും മകനും കൂടെയാണ് അവിടെ പോയിരിക്കുന്നത്, റൂം എടുത്ത് താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞു വൈകിട്ടൊന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഡിസ്റ്റൻ്റ് ഹീലിംഗ് ആണ്. ഇയാൾ വന്നിട്ടുണ്ടല്ലോ, ഒരാഴ്ച എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഹീൽ ചെയ്ത് അതിനെല്ലാം നല്ല റിസൾട്ടാണ്. അപ്പോൾ വിളിച്ചു, വൈകിട്ട് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, സുഹൃത്തിനെ മനസ്സിൽ വിചാരിച്ചോളാൻ പറഞ്ഞു. നല്ല സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിനെ മനസ്സിൽ വിചാരിച്ചിരുന്നോളാൻ പറഞ്ഞു. ഏതാനും സമയം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ പിക്ചർ പോലും ഇയാളുടെ മനസ്സിലില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഊർജ്ജതലങ്ങളും സൗഖ്യമാക്കപ്പെടാൻ റേക്കി ഒരു ഭാഗമാകട്ടെ. നമസ്കാരം. ഓക്കെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.